അഡ്വക്കേറ്റ് കെ.എസ്. അരുൺകുമാർ, ഇപ്പോൾ എന്തുകൊണ്ടാണ് കേരളം ഡൽഹിക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ കോൺഗ്രസ് അതിനെ പിന്തുണയ്ക്കാതിരുന്നത് എന്നതിൻ്റെ ഉത്തരം ഇപ്പോൾ സിദ്ധരാമയ്യ അങ്ങോട്ടേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഉള്ള വിശദീകരണത്തിൽ നിന്ന് വ്യക്തമാകുകയാണോ അതോ കൂടുതൽ വികൃതമാകുകയാണോ അവരുടെ വിശദീകരണം? എന്താണ് താങ്കൾക്ക് മനസ്സിലാകുന്നത്? മിസ്റ്റർ ലാൽ, കൂടുതൽ വികൃതമാകുകയാണ് എന്ന് ഏറ്റവും സാധാരണക്കാർക്ക് വരെ, കൊച്ചുകുട്ടികൾക്ക് വരെ മനസ്സിലാവും. നമുക്കറിയാം, ഈ രാജ്യത്തിൻ്റെ ഫെഡറലിസം തകർക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ അത് പല രൂപത്തിലാണ്. ഒന്ന്, കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് BJP ഇതര സംസ്ഥാനങ്ങളെ തകർക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം. അതിന് ഓരോ ദിവസവും ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം ജാർഖണ്ഡിൽ ഡൽഹി മുഖ്യമന്ത്രിക്ക് 5ാമത് സമൻസ് അയച്ചിരിക്കുന്നു. കേരളത്തിൽ ശ്രീ തോമസ് ഐസക്കിന് കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി സാഹചര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് BJP ഇതര സംസ്ഥാനങ്ങളെ തകർക്കാൻ നടത്തുന്ന ശ്രമത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം പഞ്ചാബിലെ ഗവർണർ ഇന്ന് രാജിവെച്ച് പോയത് നമ്മുടെ മുന്നിലുണ്ട്. അതേപോലെ ഫെഡറലിസത്തെ തകർക്കാൻ മൂന്നാമതായി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സാമ്പത്തിക ഫെഡറലിസം തകർക്കുക എന്നതാണ്. സംസ്ഥാനങ്ങൾക്ക് നിയമപരമായി കൊടുക്കേണ്ട ആ വിഹിതം കൊടുക്കാതെ പല രൂപത്തിൽ ഉപരോധം നടത്തി ആ സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമമാണ്. ഇപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള പല അവകാശങ്ങളും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റും, കൺകറന്റ് ലിസ്റ്റിലുള്ളവ യൂണിയൻ ലിസ്റ്റിലേക്ക് മാറ്റും. അതുപോലെ സംസ്ഥാനങ്ങൾക്ക് ഉള്ള അധികാരങ്ങൾ കവർന്നെടുക്കുമ്പോൾ എന്ത് കാരണത്താൽ എന്ന് ചോദിച്ചാൽ ഒരു മറുപടിയുമില്ലാത്ത സാഹചര്യമാണ്. കുറച്ചു നാളായി ഈ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾക്കെതിരെ രാഷ്ട്രീയപരമായിട്ടും അതുപോലെ തന്നെ നിയമപരമായിട്ടുമുള്ള പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഒരു സംസ്ഥാനത്തിന് എങ്ങനെയാണ് നികുതി വരുന്ന അല്ലെങ്കിൽ വരുമാനം എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ 2 മാർഗത്തിലാണ്. ഒന്ന്, സംസ്ഥാനത്തിൻ്റെ നികുതി പിരിവ്. രണ്ടാമത്, ഫെഡറലിസത്തിൻ്റെ ഭാഗമായി കേന്ദ്രത്തിൽ നിന്നുള്ള ഗ്രാൻഡ്. ആ കേന്ദ്രത്തിൽ നിന്നുള്ള ഗ്രാൻഡും മറ്റ് ആനുകൂല്യങ്ങളുമെല്ലാം സംസ്ഥാനത്തിൽ നിന്ന് കേന്ദ്രം പിരിച്ചു കൊണ്ടുപോകുന്ന പണത്തിൻ്റെ ആ നിശ്ചിത ശതമാനമാണ് തരേണ്ടത്. എന്നാൽ ധനകാര്യ കമ്മീഷൻ മുന്നോട്ട് വെച്ചതും കാലാകാലമായി കിട്ടിക്കൊണ്ടിരുന്ന വിഹിതം ഒരു കാരണവുമില്ലാതെ വെട്ടിക്കുറച്ച് വരുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കോവിഡ് കാലത്ത് നികുതി പിരിവ് കുറച്ച് ബുദ്ധിമുട്ടിലായിരുന്നു. എന്നാൽ 2022-23 കാലത്തും 23-24 കാലത്തിലുമെല്ലാം നികുതി പിരിവ് മുന്നോട്ട് പോയി. നമുക്കറിയാം, 23.5% വർധനവാണ് നികുതി പിരിവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായത്. GST കളക്ട് ചെയ്യുന്ന കാര്യത്തിലുമെല്ലാം വളരെ വലിയ മുന്നേറ്റമാണ് ഉണ്ടായത്. അതേപോലെ തന്നെ ദിവസ വരുമാനമെല്ലാം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനത്തിൻ്റെ പട്ടികയിൽ ആദ്യ 5 സംസ്ഥാനത്തിൻ്റെ പട്ടികയിൽ കേരളം ഉൾപ്പെടുകയാണ്. പക്ഷേ കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം അന്യാധീനമായി വെട്ടിക്കുറച്ചതിൻ്റെ ഭാഗമായി വലിയ സാമ്പത്തിക ഞെരുക്കം കേരളം അനുഭവിക്കുകയാണ്. നികുതി പിരിവിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും കൃത്യമായി കിട്ടേണ്ട വിഹിതം കേന്ദ്രത്തിൽ നിന്ന് കിട്ടാതെ വരുന്നതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം. അതുകൊണ്ട് ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുവാനും കേന്ദ്രത്തിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമുയർത്തുവാനും പ്രതിപക്ഷത്തെ കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാനാണ് ഇടതുപക്ഷം ആഗ്രഹിച്ചത്. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശനെയും അതുപോലെ പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയെയും എല്ലാം വിളിച്ചൊരു യോഗം ചേരുകയും ഇവിടെ ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം കാണുവാൻ ഡൽഹിയിൽ പോയി അതിശക്തമായിട്ടുള്ള സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കണം, അതോടൊപ്പം തന്നെ നിയമപരമായിട്ടുള്ള പോരാട്ടവും നടത്തണം എന്ന ആലോചനാ യോഗം നടത്തിയത്. ആ ആലോചനാ യോഗത്തിൽ പറഞ്ഞത് ഏറ്റവും പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ ജെനുവിനാണ്, ഞങ്ങൾ കൂടി ആലോചിച്ചിട്ട് മറുപടി പറയാം എന്നതാണ് പ്രതിപക്ഷം മറുപടി പറഞ്ഞത്. എന്നാൽ ആഴ്ചകൾക്ക് ശേഷം CPM-നോട് യോജിച്ചുകൊണ്ട് ഒരു സമരത്തിന് ഞങ്ങൾ തയ്യാറല്ല എന്നതാണ് പറഞ്ഞത്. അന്നും CPM പറഞ്ഞിരുന്നു, ഇത് കേരളത്തെ ബാധിക്കുന്ന പ്രശ്നം മാത്രമല്ല, പല സംസ്ഥാനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നമാണ്. ഇപ്പോൾ നമുക്കറിയാം, ബംഗാളിൽ തന്നെ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 1-2 തീയതികളിൽ വലിയ സമരം അവിടെ നടന്നു. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള കേന്ദ്രവിഹിതം തരാത്തതിൻ്റെ ഭാഗമായി അവിടെ 21 ലക്ഷം തൊഴിലാളികളാണ് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്. അത് നമ്മുടെ ദക്ഷിണേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും ഇത് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂട്ടായിട്ടുള്ള സമരം ഉയർത്തിക്കൊണ്ടുവരണം. ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യവും പൊതുവായി യോജിക്കാൻ കഴിയുന്ന എല്ലാ പ്രശ്നങ്ങളിലും കൂടി യോജിച്ച് മുന്നോട്ട് പോകണം. അതിശക്തമായിട്ടുള്ള ക്യാമ്പയിനുകൾ ഉയർത്തിക്കൊണ്ടുവരണം. അതിൽ നല്ല കൂട്ടായ്മയോടെ ഈ ഇന്ത്യ മുന്നണിയിലുള്ള കക്ഷികളെല്ലാം ഒറ്റ മനസ്സോടെ ആ ക്യാമ്പയിൻ്റെ ഭാഗമായി അണിനിരക്കണമെന്ന് തന്നെയാണ് 1ാമത്തെ യോഗം പാട്നയിൽ നടക്കുമ്പോഴും അത് മുംബൈയിൽ നടക്കുമ്പോഴും ബാംഗ്ലൂരിൽ നടക്കുമ്പോഴും എല്ലാം നമ്മൾ തീരുമാനിച്ചത്. എന്നാൽ കേരളത്തിൽ കോൺഗ്രസ് വ്യത്യസ്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു.
നമുക്കറിയാം കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമരങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴും നയം തീരുമാനിക്കുമ്പോഴും വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്തേക്ക് കോൺഗ്രസിന് മറ്റൊരു നയമാണ്. വാളയാർ ചെക്ക് പോസ്റ്റിന് ഇപ്പുറത്തേക്ക് കടക്കുമ്പോൾ കോൺഗ്രസ് വ്യത്യസ്തമായിട്ടുള്ള സങ്കുചിത രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയാണ്. ആ നിലപാട് തന്നെയാണ് ഗവർണറുടെ കാര്യത്തിലും കേരളത്തിലെ കോൺഗ്രസ് സ്വീകരിച്ചത്. അത് തന്നെയാണ് കേരളത്തിന്റെ എല്ലാ വികസന കാര്യങ്ങളിലും കോൺഗ്രസ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൂടിയാലോചിച്ച് ഉജ്ജ്വലമായിട്ടുള്ള ശക്തമായിട്ടുള്ള സമരം എന്ന ആശയം മുന്നോട്ട് വെച്ചപ്പോൾ അത് ഡൽഹിയിൽ പോയിട്ടുള്ള നാടകമാണ്, അതിനോട് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ കോൺഗ്രസ് ഇന്ന് ലജ്ജിച്ച് തല താഴ്ത്തുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ MP രാജേഷ് സൂചിപ്പിച്ചതുപോലെ കൊടുത്താൽ കർണാടകത്തിലും കിട്ടുമെന്ന് അദ്ദേഹം എഴുതിയതുപോലെ കർണാടകത്തിലെ കോൺഗ്രസ് കേരളത്തിലെ ഇടതുപക്ഷം മുന്നോട്ട് വച്ച അതേ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഡൽഹിയിൽ പോയി ഫെബ്രുവരി മാസം 7-ാം തീയതി സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൽ കർണാടകത്തിന്റെ മുഖ്യമന്ത്രിയുണ്ട്, ഉപമുഖ്യമന്ത്രിയുണ്ട്, MLA മാരുണ്ട്, MLC മാരുണ്ട്, മറ്റെല്ലാ മന്ത്രിമാരുമുണ്ട്. അവർ ഉന്നയിച്ചിരിക്കുന്ന മുദ്രാവാക്യം കഴിഞ്ഞ വർഷം കർണാടകത്തിന്റെ ഗവൺമെന്റിന് കിട്ടിയതിനേക്കാൾ ഈ വർഷമായപ്പോഴേക്കും 64,000 കോടി രൂപയുടെ കുറവ് വന്നിരിക്കുന്നു എന്നതാണ്. കേരളം മുന്നോട്ട് വെച്ചത് നമുക്ക് കഴിഞ്ഞ വർഷം കിട്ടിയതിൽ നിന്നും ഈ വർഷം എത്തിയപ്പോഴേക്കും 57,400 കോടി രൂപയുടെ കുറവ് വന്നിരിക്കുന്നു എന്നതാണ്. അപ്പോൾ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന വിഹിതത്തിലുള്ള കുറവ് അത് 66,000 കോടി, കേരളത്തിന്റെ 57,400 കോടി. അത് വിവിധ ഹെഡുകളിൽ തന്നെയാണ്. ഈ മുദ്രാവാക്യം വച്ചുകൊണ്ട് തന്നെയാണ് രണ്ട് സംസ്ഥാനത്തെ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ സമരം നടക്കുന്നത്. അപ്പോൾ അവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരം, ഇവിടെ കോൺഗ്രസ് സഹകരിക്കാതെ മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിനെ ഓർത്ത് ലജ്ജിക്കുന്ന കാലഘട്ടം എത്തിച്ചേർന്നിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ പുറത്തു വന്നല്ലോ കേരളയിൽ അടക്കമുള്ള 13 സംസ്ഥാനങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന കർണാടകത്തിലെ മുഖ്യമന്ത്രി ഡൽഹിയിൽ സമരം ഇരിക്കുമ്പോൾ അവിടെ പ്രതിപക്ഷത്ത് തന്നെയാണല്ലോ. CPM അവിടെ വളരെ കുറച്ചാണെങ്കിലും അവിടെ കർണാടകത്തിൽ ചില ഭാഗത്ത് ഉണ്ട് താനും. അപ്പോൾ ആ നിലയ്ക്ക് ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്കുള്ള കർണാടക കോൺഗ്രസിനോടുള്ള നിലപാട് എന്തായിരിക്കും? ഈ സമരം ഏകപക്ഷീയമായി ഏതെങ്കിലും ഒരു ഗവൺമെന്റോ ഏതെങ്കിലും ഒരു പാർട്ടിയോ മാത്രം നടത്തേണ്ട സമരമല്ല. കൂട്ടിയോജിച്ച് അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നടത്തിയാൽ മാത്രമേ ഇതുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നു എന്ന് വിശ്വസിക്കുന്ന പാർട്ടിയാണ് CPM. ഇപ്പോൾ CPMന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി മാസം 8-ാം തീയതി ഡൽഹിയിൽ നടക്കുന്ന സമരത്തെ അഭിവാദ്യം ചെയ്യാൻ ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിട്ടുണ്ട്, ഡൽഹി മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിട്ടുണ്ട്, അതുപോലെ ഇന്ത്യ മുന്നണിയിലെ വിവിധ ഘടകകക്ഷികളുടെ പാർട്ടി നേതാക്കന്മാരെ അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കർണാടകത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലും ഗവൺമെന്റിന്റെ നേതൃത്വത്തിലും നടക്കുന്ന സമരത്തെ CPM പൂർണ്ണമായി പിന്താങ്ങും. ഇത് കേന്ദ്ര നയത്തിനെതിരായിട്ടുള്ള സമരമാണ്. കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിന്റെ നേതൃത്വത്തിൽ സാമ്പത്തിക ഫെഡറലിസം തകർക്കുന്ന നയങ്ങൾക്കെതിരായിട്ടുള്ള സമരമാണ്. ഇവിടെ ബഹുമാനപ്പെട്ട N. ശ്രീകുമാർ പറഞ്ഞതുപോലെ ഞങ്ങൾ കർണാടകത്തിലെ കോൺഗ്രസ് ക്ഷേമ പദ്ധതികളൊക്കെ നടപ്പാക്കി, 5-ൽ 4 നടപ്പാക്കി, എന്നിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ്. അതൊക്കെ വികടമായിട്ടുള്ള വാദമാണ്. ഒറ്റ മനസ്സോടെ ഒത്തൊരുമയോടെ ഈ സർക്കാരിനെതിരെ പോരാട്ടം നടത്തേണ്ട സമയമാണിപ്പോൾ. ആ സമയത്ത് വിമുഖത കാണിച്ചുകൊണ്ട് മാറി നിൽക്കുന്നത് സങ്കുചിത രാഷ്ട്രീയ കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അത് ജനം തിരിച്ചറിയും. അർഹിക്കുന്ന അല്ലെങ്കിൽ പൂർണ്ണ അവജ്ഞയോടെ ഈ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പിനെ മനസ്സിലാക്കും, അതിൽ സംശയമില്ല.